ഹുവൈ നീഹാ. ഈ കള്ളനോട്ടം നോക്കിക്കൊണ്ട് ഞാൻ പോണത് എങ്ങോട്ടെന്നല്ല, ഈ മുന്നിലുള്ള ചൈനീസ് മൊട്ടത്തല കാണാൻ വേണ്ടിയിട്ടല്ല. നാട്ടിന് പോകുന്നതിന് ശേഷം 2 വർഷം മുന്നെയാണ് ഷാങ്ഹായിന് ഒരു ഷവർമ കഴിച്ചത്. അതിനുശേഷം ഭയങ്കര ക്രാവിങ്സ് ആണ്. അങ്ങനെ ഗോവാൻസിലെത്തി. ഗോവാൻസ് എല്ലാവർക്കും ഒരു ബിസിനസ് സിറ്റി ആണെങ്കിലും എനിക്ക് എന്റെ പെരിന്തൽമണ്ണങ്ങാടിയിലെ ഫുഡ് അങ്ങാടി പോലെയാണ്. കാരണം അവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഉപ്പോട്ട് കർപ്പൂരം വരെ കിട്ടും. ഫുഡ് ആണെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങൾ. ചെന്ന പടന ഈ ക്യൂട്ട് ഉമ്മച്ചിക്കുട്ടി എന്തൊക്കെയോ മൈക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ഉള്ളിലും മസാല നിറച്ചിങ്ങാണ്ടിൽ ഒരു സ്റ്റഫ്ഡ് കേക്ക് പോലത്തെ ഒരു സംഭവമാണ്. പേര് അറിയുന്ന ആൾക്കാർക്ക് വൈദവേ നമ്മൾ കാര്യത്തിന് തെന്നി മറിയുന്ന ഒരു സംശയം. ഇതാണ് നമ്മളെ ഷവർമ. ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, പിന്നെ മിക്സ്ഡ് ഉണ്ട്. ഈ ഒരു മിക്സിംഗ് കണ്ടപ്പോ എനിക്ക് നാട്ടിലുള്ള അൽത്താസ് ഷവർമ ഉറുമാനോ അതന്നല്ല അതിന്റെ പേര് കാലിക്കറ്റുള്ളത്. കുറെ നേരം കണ്ടിക്കാൻ വയ്യ, അതുകൊണ്ട് തന്നെ ഒന്ന് ഓർഡർ ചെയ്തു മിക്സ്ഡ് ഷവർമ. ഷവർമക്കിലെ വെയിറ്റിംഗിന്റെ ഇടയിലാണ് മുന്നിലെ ചെങ്ങായി ബീഫ് കുനുകുനാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുറത്ത് ഈ ചില്ലിന്റെ ഉള്ളിൽ കൂടി കാണുന്ന അമ്മച്ചിയാണ് നമുക്ക് ഷവർമ കൊടുന്നിരുന്നില്ല. നല്ല ക്യൂട്ട് അമ്മച്ചി. കുറെ നേരം ഞാൻ നോക്കിക്കണം, പക്ഷെ അമ്മച്ചിന്നെ മൈൻഡ് ചെയ്യണില്ല. എന്തായാലും വൈകിയാലും വരാതിരിക്കില്ല ഉറപ്പാണ്. അതെ അമ്മച്ചി ഒന്ന് പടം എന്റെ കൽബിറങ്ങേണ്ട ഒറ്റ വീടില്ല. ഞാൻ പറഞ്ഞു കൽബ് നല്ല ഷവർമ കൊണ്ട് ബീഫും ചിക്കനും കഴിക്കാൻ ആഗ്രഹത്തിൽ ഞാൻ മിക്സ് എടുത്തത്. അതാകുമ്പോൾ രണ്ടിന്റെയും ടേസ്റ്റ് അറിയില്ല. നീ കവറൊക്കെ കുത്തിക്കിട്ടെ ഒരു അമ്പാനി ഷവർമ കണ്ട ആക്രാന്തോ പിന്നെ ഒടുക്കത്തെ വശപ്പും കാരണം ബിസ്മി ചെല്ലും കണ്ട് ഒറ്റ ഒരു കാര്യം പറയല്ലേ. നമ്മളൊരു നല്ല ശീലമായോണ്ട് ഞാൻ എല്ലാ കാര്യം തുറന്നു വരാം. 10 പൈസക്കില്ല ഷവർമ. പൈപ്പിന്റെ ഉക്കൊണ്ടും തീറ്റന്റെ ഫാസ്റ്റ് കൊണ്ടും ഷവർമ പെട്ടെന്ന് കളിയാക്കി. അങ്ങനെ 35 RMB പോയി കിട്ടാറില്ല. ഇനി ഈ സങ്കടം മാറ്റം നാളത്തെ യമൻ റെസ്റ്റോറന്റിൽ പോയി കണ്ട ഒരു കുഴിമന്തി അടി. ഇപ്പൊ സ്പോട്ട് പറഞ്ഞാൽ ഷോബായി മെട്രോ സ്റ്റേഷന്റെ അടുത്ത് ഗുവാൻസോല്. എന്നാലും ഞാൻ പെട്ടു ഇനി വേറെ ആരും കയറരുത്. അതാണ് റെസ്റ്റോറന്റ്. അപ്പൊ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ. ടാറ്റ ബൈ. ലൈക്ക് ചെയ്യാൻ